ആലത്തൂരിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന LDF സ്ഥാനാർത്ഥി TM ശശി മുൻകാല പ്രവർത്തനങ്ങൾ തുണയാകും. ജനകീയമായി ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട്. അതുപോലെ തന്നെയാണ് ആലത്തൂർ മണ്ഡലത്തിന് പ്രത്യേകത. ജനകീയനായ ഒരു MLA കൂടി കഴിഞ്ഞ് 10 കൊല്ലമുള്ള ഒരു മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം. സർവ്വ മേഖലയിലും ഗവൺമെന്റ് കൊടുക്കുന്ന പൊതുവായ വികസന പ്രവർത്തനങ്ങൾക്കപ്പുറം അദ്ദേഹം തനതായ രീതിയിൽ നന്മയാവട്ടെ, പിന്നെ നിറയാവട്ടെ, ദിശയാവട്ടെ തുടങ്ങിയ 3 സ്പെഷ്യൽ മിഷനും കൂടി അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നൊരു മണ്ഡലമാണ് ഈ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് പ്രത്യേകം ഞാൻ പറയാതെ തന്നെ അറിയില്ല, ആലത്തൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിൽക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ പിന്തുണയുള്ള മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം. തീർച്ചയായും അത് പരമാവധി ആ നിലയിലേക്ക് പോകുക എന്നുള്ള വിജയപ്രതീക്ഷ എന്നുള്ള അത് വിജയം ഉറപ്പ്. 3ാം ഗവൺമെന്റിലേക്കുള്ള യാത്രയാണ് ഈ യാത്ര. അതിനോടൊപ്പം തന്നെ ആലത്തൂർ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മണ്ഡലത്തിൽ KD പ്രസിഡന്റിന്റെ കാലത്ത് കാർഷിക വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രവർത്തനമാണ് നടത്തിയത്. ഇത് വോട്ടായി മാറും. നിറ ദിശ പദ്ധതികൾ വഴി വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. മികച്ച പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പാക്കിയത്. UDF വരുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ശശി പറഞ്ഞു. തരം കൊണ്ടെന്ന് അവകാശപ്പെടുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മാത്രമായിരിക്കും. വേറെ ആരും UDF തരം കൊണ്ടെന്ന് പറയുന്നില്ല. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കാണുന്നില്ല, കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും പറയുന്നത് ഇടതുപക്ഷത്തിന് തുടർച്ചയുണ്ടാവുന്നതാണ്. ഒരു മാറ്റമില്ല, അതിൽ ഇടതുപക്ഷം തുടർച്ചയുണ്ടാവും. അത് നമുക്ക് പൊതുവായി കാണാം. നമ്മൾ നാട്ടിലിറങ്ങുമ്പോൾ ആളുകളൊക്കെ അത്രമാത്രം ആവേശത്തിലാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ LDF 3 ലോഡിംഗ് എന്ന് പറഞ്ഞ പോലെ, പിണറായി 3 ലോഡിംഗ് എന്ന് പറഞ്ഞ പോലെ രീതിയാണ് ഇപ്പോൾ പൊതുവെ നമുക്ക് കാണുന്നത്. തീർച്ചയായും അതാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. തനിക്കെതിരായ വ്യക്തിപരമായ ആക്രമണങ്ങളൊന്നും വോട്ടർമാർക്കിടയിൽ ഏശില്ല. എന്നെ കാലങ്ങളായി അറിയുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളെന്നും ശശി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.